മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കാലടി കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 25 വരെ നടക്കും. കാലടി കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ തീയതികൾ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വികാരി ഫാദർ മാത്യു മണവാളൻ കൊടിയേറ്റും. തുടർന്ന് ജപമാല രാജ്ഞിയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കുകയും തൂക്കുവിളക്കിൽ എണ്ണ പകരുകയും ചെയ്യും. തുടർന്ന് ആഘോഷമായ ദിവ്യബലി, പ്രസംഗം, ജപമാല, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയുണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:15 തിരുകർമ്മങ്ങൾ ആരംഭിക്കും. സ്നേഹമുള്ളവരെ, ആണ്ടുതോറും നടത്തി വരാറുള്ള ജപമാല തിരുനാൾ ഈ വർഷവും വളരെ ഭക്തിനിർഭരമായി നടത്തുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കഴിഞ്ഞു. തിരുനാൾ കമ്മിറ്റി സജ്ജമായി. തിരുനാൾ പ്രസിഡന്റിമാരെ തെരഞ്ഞെടുത്തു. എല്ലാ ചുറ്റുവട്ടങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച 17-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കൊടിയേറ്റോടുകൂടിയാണ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഈ മാസം 26-ാം തീയതി ഞായറാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ കവലയിലേക്ക് നടത്തുന്ന ജപമാല പ്രദക്ഷിണത്തോടു കൂടിയാണ് തിരുനാൾ സമാപിക്കുക. ഈ ഒക്ടോബർ മാസം കൈപ്പട്ടൂർ വ്യാകുലമാതാ പള്ളി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ളതും അനുഗ്രഹദായകവുമായ മാസമാണ്. കഴിഞ്ഞ 14 ദിവസങ്ങളിലായി ഓരോ യൂണിറ്റിലും ഓരോ ദിവസം വീതം 8-ാം ദിവസമായ വെള്ളിയാഴ്ച 5:30 കുട്ടികൾക്ക് വിദ്യാരംഭം ഉണ്ടായിരിക്കും. ശനിയാഴ്ച 6 മണിക്ക് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. തേമാലി കരയിലായിരിക്കും അന്നത്തെ തിരുനാൾ പ്രസിദ്ധേന്തി. തിരുകർമ്മങ്ങൾക്ക് ശേഷം നടക്കുന്ന പള്ളി ചുറ്റി പ്രദർശനത്തിന് കത്തിച്ച മെഴുകുതിരിയും ജപമാലയും ഏന്തി ആയിരങ്ങൾ പങ്കെടുക്കും. സമാപന ദിവസമായി 26-ാം തീയതി ഞായറാഴ്ച 4:30 പ്രസിദ്ധേന്തി വാഴ്ച ആരംഭിക്കും. നാനാജാതി മതസ്ഥരായ 3700 പ്രസിദ്ധേന്തിമാർ ചേർന്നാണ് തിരുനാൾ നടത്തുന്നത്. ആഘോഷമായി ദിവ്യബലിക്ക് ഫാദർ ജോസഫ് ഇടശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കുരിശിങ്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കാലടി പോലീസ് സ്റ്റേഷൻ കവലയിലേക്ക് ജപമാല പ്രദർശനത്തിന് 101 പവൻ കുരിശുകളും 500 മുത്തുകുടകളും, ചെണ്ടമേളം, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റുകൾ എന്നിവ അണിനിരക്കും. 700 മുഴം മുല്ലപ്പൂവിൽ തീർത്ത രഥത്തിലായിരിക്കും മാതാവിന്റെ തിരുസ്വരൂപം എഴുന്നള്ളിക്കുക. 2 ദിവസവും പുഷ്ടവൃഷ്ടിയോടെയായിരിക്കും പള്ളിയിൽ പ്രവേശിക്കുക. മാതാവിന് പൂമാല ചാർത്തലാണ് പ്രധാന നേർച്ച. രോഗശാന്തിക്കായി തൂക്കുവിളക്കിലെ എണ്ണ ഭക്തജനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഈ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തിരുനാൾ വികാരി ഫാദർ മാത്യു മണവാളൻ, കൈക്കാരന്മാരായ MV ജോയി മാറുട്ടിക്കുടി, TV ജോസ് താനത്താൻ, ജനറൽ കൺവീനർ CB ആന്റണി തോട്ടത്തിൽ, വൈസ് ചെയർമാൻ പീറ്റർ ഈത്താപ്പിരി, പബ്ലിസിറ്റി കൺവീനർ സെയിന്റ് തോമസ് എന്നിവരാണ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ. നമ്മുടെ തിരുനാളിന്റെ അവസാനത്തെ 2 ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 25, 26 തീയതികളാണ്. 25-ാം തീയതി നമുക്ക് 6 മണിക്ക് ആഘോഷമായ ദിവ്യബലി, പ്രസംഗം, ജപമാല, തുടർന്ന് പള്ളി ചുറ്റി ആഘോഷമായ ദിവ്യ പ്രദക്ഷിണം ഉണ്ടാവും. അതിനുശേഷം ദിവ്യകാരുണ്യ വാഴ്വുണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള വാദ്യമേളങ്ങളുടെ മേളങ്ങളും വർണ്ണശബളമായ വെടിക്കെട്ടുകളും കൂടെ ആയിരിക്കും ശനിയാഴ്ചത്തെ പരിപാടികൾ അവസാനിക്കുന്നത്. അവസാന ദിവസമായ 10-ാം ദിവസം ഞായറാഴ്ച 4:30 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ചയും തുടർന്ന് ആഘോഷമായി ദിവ്യബലി നടക്കുന്നതാണ്. അതിനുശേഷം പ്രസംഗം. ന്യൂസ് ബ്യൂറോ, കാലടി.